നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സ്വിംഗ് ട്രേഡിംഗിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏതാനും നല്ല സ്റ്റോക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് ഫെഡറൽ ബാങ്ക്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ വീക്കിലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 2022 ഏപ്രിൽ മെയ് മാസം തൊട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു അപ്സൈഡ് റാലി തന്നതിന് ശേഷം ഒരു 144 155 റീജിയണിൽ പോയതിനു ശേഷം ക്ലിയർ ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 6-8 മാസമായിട്ട് നമുക്ക് ഒരു നല്ലൊരു കൺസോൾട്ടേഷനാണ് കിട്ടുന്നത്. ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് റാലിക്ക് ശേഷം ഒരു ക്ലിയർ ആയിട്ട് ഒരു വലിയ ടൈം ഫ്രെയിമിൽ ഒരു പുൾ ബാക്കും. അപ്പോൾ അതിനുശേഷം നമുക്കിതിന് മുകളിലേക്ക് പതുക്കെ ബ്രേക്ക് ഔട്ട് പോലെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ബ്രേക്ക് ഔട്ട് നമുക്കൊന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലെവലിന് മുകളിൽ പ്രൈസ് സർവൈവ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഓൾറെഡി ഫെഡറൽ ബാങ്ക് ഓൾ ടൈം ഹൈയിലേക്ക് എത്തുകയും ഒരുപക്ഷെ നെക്സ്റ്റ് സ്വിങ്ങിന് വേണ്ടി റെഡി ആകാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. നമുക്ക് ഡെയിലിയിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ ഡെയിലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പോയി നല്ല രീതിയിലൊരു കൺസോൾട്ടേഷൻ, അതിനുശേഷം അപ്സൈഡ്. അപ്പോൾ മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു റീജിയൻ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റീജിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റീജിയൻ മൾട്ടിപ്പിൾ ടൈമിൽ റെസിസ്റ്റൻസ് എടുത്ത റീജിയൻ ആണ്. അപ്പോൾ അതിന് മുകളിൽ നമുക്കൊരു ഡെയിലിയിലാണെങ്കിലും ക്ലോസിംഗ് വരുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്തൊരു എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പം ഏകദേശം ഈ ഒരു റീജിയൻ ആണ്. അപ്പം ഇതിന് മുകളിൽ നമുക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്ത് ഒരുപക്ഷെ ഇങ്ങനെ ട്രേഡ് ചെയ്ത് ഇതിന് മുകളിൽ നമുക്കൊരു നല്ലൊരു ഡെയിലി ക്യാൻഡിലാണെങ്കിലും നല്ല വോളിയത്തോട് കൂടി കിട്ടുവാണെങ്കിൽ ആ ഒരു ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏകദേശം ക്ലോസിങ്ങിനോട് ചേർന്ന് ക്ലോസിംഗ് വ്യക്തമായിട്ട് കാണണം. ഇപ്പോൾ 145 എന്ന റീജിയന് മുകളിൽ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസിംഗ് വന്നു കഴിയുമ്പോൾ ആ ഒരു റീജിയനിൽ നമുക്ക് ഈ ഒരു ഫെഡറൽ ബാങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വളരെ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള എസ് എൽ വേണമെങ്കിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ താഴെ ലോയ്ക്ക് താഴെ ക്ലോസിംഗ് ബേസിൽ വെക്കാം. അല്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും ചെറിയ സ്വിങ് ഒരുപക്ഷെ ഈ ഒരു സ്വിങ് ആയിരിക്കാം ഇനി മുകളിലേക്കാണ് തരുന്നതെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. വളരെ വലിയ ടാർഗറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് ഫെഡറൽ ബാങ്ക്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കാണ് കെയ്നസ് ടെക്നോളജീസ് ലിമിറ്റഡ്. വീക്കിലി വലിയ ടൈം ഫ്രെയിമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഈ ഒരു സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്ത വഴി ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും വലിയൊരു അപ് ട്രെൻഡിന് ശേഷം ക്ലിയർ ആയിട്ട് നമുക്കൊരു ഫ്ലാഗ് പാറ്റേൺ പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ചാനലിന് നമുക്ക് വീക്കിലിയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. അപ്പം ഈ ഒരു ഹൈക്ക് മുകളിലും ക്ലോസിംഗ് തരുന്നുണ്ട്. അത്യാവശ്യം വോളിയം ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലിയിലോട്ടൊന്ന് പോയി നോക്കാം. ഡെയിലിയിലോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഈ ഒരു റാലിക്ക് ശേഷം ഈ ഒരു ചാനൽ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് ഔട്ടിന് ശേഷം അതിമനോഹരമായിട്ടുള്ള റാലി നമുക്ക് ഫ്രൈഡേയിൽ മുകളിൽ വരെ പോയി. അതിനുശേഷം മാർക്കറ്റ് നമുക്കൊരു ബീറിഷ് മൂഡിലായതുകൊണ്ട് തന്നെ ആ ഒരു ദിവസവും നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷർ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഈ ഒരു റീജിയണിൽ ഒരു കൺസോൾട്ടേഷൻ കിട്ടിയതിന് ശേഷം ഈ ഒരു റീജിയണിൽ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ കിട്ടി അതിനുശേഷം അവിടെ ഒരു ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ, അതായത് ആ ഒരു ലെവലിന് മുകളിലേക്ക് പ്രൈസ് സർവൈവ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ ഏകദേശം ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ ഒരു വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അല്ലെങ്കിൽ ഈ ഒരു റീജിയൻ ഒരു 1750 എന്ന റീജിയൻ സ്റ്റോപ്പ് ലോസ് വെച്ച് പോകാൻ സാധിക്കും. അതിമനോഹരമായിട്ടുള്ള ഒരു അപ് ട്രെൻഡ് തരുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹ്യൂജ് വോളിയം, ബാക്കിയുള്ള വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ വരെ നമുക്ക് എന്താണ് ഈ ഒരു റീജിയനിൽ കൺസോൾട്ടേഷൻ നടക്കുന്ന സമയത്ത് വോളിയം കുറവായിരുന്നു ഈ ഒരു റീജിയനിൽ. അതിനുശേഷം ഇവിടെ ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. അപ്പം ബ്രേക്ക് ഔട്ടിന് ഇവിടെ ഒരു ഇത്രയും മേളിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒരു നല്ലൊരു ബുള്ളിഷ് സ്ട്രെങ്ത് കാണുന്നത് ഒന്ന് പ്രൈസ് ട്രേഡ് ചെയ്തിട്ട് ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് തരുന്ന രീതിയിൽ ഈ ഒരു റീജിയനിൽ നിന്ന് ഒന്ന് പ്രൈസ് സർവൈവ് ചെയ്യുവാണെങ്കിൽ ആ ഒരു റീജിയനിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതൊരു നല്ല സ്റ്റോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതല്ല ഡയറക്റ്റ് ചെയ്ത് സ്റ്റോക്ക് അടുത്ത ദിവസം ഒരു റെഡ് ക്യാൻഡിലൊക്കെയാണ് ഫോം ചെയ്ത് താഴോട്ട് വരുന്നെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കാണ് ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് തന്നത് ഈ ഒരു റീജിയനിൽ. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ടുള്ള അപ്സൈഡ് മൊമെൻറ്റം റാലി നമുക്ക് കിട്ടി. അതിനുശേഷം ഈ ഒരു റീജിയനിൽ നല്ല രീതിയിൽ ഒരു കറക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു കൺസോൾട്ടേഷന് ശേഷം നമുക്ക് പ്രൈസ് മുകളിലേക്കാണ് സർവൈവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ. നമുക്ക് ഡെയിലിയിലേക്ക് പോയി നോക്കാം. നമുക്ക് ഇവിടെ അതിമനോഹരമായിട്ടൊരു റെക്റ്റാങ്കിൾ ഒരു ബോക്സ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇതിൻ്റെ അകത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ബ്രേക്ക് ഔട്ടിന് വേണ്ടി ട്രൈ ചെയ്തു, പക്ഷേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു റീജിയൻ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പം ഈ ഒരു റീജിയണിൽ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു 1000 എന്ന റീജിയന് മുകളിൽ ഈ ഒരു റീജിയന് മുകളിൽ നമുക്ക് ഒരു വീക്കിലിയിലോ അല്ലെങ്കിൽ ഡെയിലിയിലോ ഒന്ന് ജസ്റ്റ് ക്ലോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ക്ലോസിംഗ് നല്ലൊരു വോളിയത്തോട് കൂടിയാണെങ്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. അതിനുശേഷം സ്റ്റോക്ക് മുകളിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിമനോഹരമായിട്ടുള്ള റാലി കിട്ടും. ഇൻ കേസ് അത് താഴോട്ട് പോരുവാണെങ്കിൽ, റിവേഴ്സ് ആയിട്ട് താഴോട്ട് പോരുവാണെങ്കിൽ നമ്മളൊരു ചെറിയ എസ് എൽ മാത്രമാണ് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പം ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസ് പോലെയാണ്. ഒരു റിസ്ക്കും റിവാർഡും ഉണ്ട്. ചെറിയ രീതിയിൽ നമ്മൾ മാർക്കറ്റിലേക്ക് ക്യാഷ് കൊടുക്കാനും റെഡി ആയിരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു
റിവാർഡ് മാർക്കറ്റിൽ നിന്ന് എടുക്കാനും കേപ്പബിലിറ്റി ഉള്ള എൻട്രീസ് നോക്കി ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും. അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് സ്വിംഗ് ട്രേഡിംഗിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അവിടെയാണെങ്കിലും ജോയിൻ ചെയ്ത് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കാണ് സിർമ SGS ടെക്നോളജി. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും വീക്കിലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു സ്ട്രേറ്റ് ആയിട്ടുള്ള അപ്സൈഡ് റാലി, അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ, അതിനുശേഷം ഇവിടെ ക്ലിയർ ആയിട്ട് ബ്രേക്ക്ഔട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് ബ്രേക്ക്ഔട്ട് തരുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കറന്റ് പ്രൈസിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വീക്കിലിലാണെങ്കിലും ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഈ ഒരു വീക്കിലി ഈ ഒരു ക്യാൻഡിലിന് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഡെയിലിയിലോട്ടൊന്ന് പോയി നോക്കാം. ഡെയിലിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഇത് കണ്ടോ, ഈ ഒരു റീജിയൻ 2 തവണ റെസിസ്റ്റൻസ് എടുത്തതാണ്. അതിനുശേഷം ഇവിടെ ക്ലിയർ ആയിട്ട് നല്ലൊരു വോളിയത്തോടു കൂടി എടുത്ത് ബ്രേക്ക്ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷേ ഈ ഒരു ലെവലൊക്കെ ഒന്ന് റീടെസ്റ്റ് ചെയ്യാൻ വന്നേക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു റീജിയണിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എൻട്രി കൺസിഡർ ചെയ്യാം. ഈ ഒരു റീജിയണിൽ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. അപ്പം ഇത്ര നമുക്ക് ഈ ഒരു റീജിയണിലാണ് വെക്കുന്നതെങ്കിലും അതിൻ്റെ ക്ലോസിങ് നമുക്ക് ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് വന്നാലൊന്നും പോരാ, നമ്മൾ ക്ലിയർ ആയിട്ട് വന്ന് ഇതിന് താഴെ നമുക്ക് ഇങ്ങനെ ഒരു ക്ലോസിംഗ് തരുവാണെങ്കിൽ ആ ഒരു ക്ലോസിംഗ് ബേസിൽ നമുക്ക് എക്സിറ്റ് ആകാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ റാലിയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് നെക്സ്റ്റ് സ്വിങ്ങിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് സ്വിങ്ങിലേക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് ട്രെയിൽ ചെയ്ത് മുമ്പോട്ട് പോകാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് പോകാം. അപ്പം നെക്സ്റ്റ് സ്റ്റോക്കാണ് GFL ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മൾട്ടിപ്പിൾ ടൈമിൽ ബീറിഷ് മൂഡിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക്. മൾട്ടിപ്പിൾ ടൈമിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറന്റ് സിനാരിയോയിൽ നമുക്ക് അത് ആ ഒരു ട്രെൻഡ് ലൈൻ ക്ലിയർ ആയിട്ട് ബ്രേക്ക്ഔട്ട് തരുന്നുണ്ട്, നല്ല വോളിയം ഇൻക്രീസ് ആകുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവാണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് വലിയ ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതകളുള്ള ഒരു സ്റ്റോക്കാണ്. ജസ്റ്റ് ആ താഴെ നിന്നുള്ള മൂവ്മെൻറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡെയിലിയിൽ വരുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു റീജിയൻ ബ്രേക്ക്ഔട്ട് ചെയ്തു, അതിനുശേഷം അത് റീടെസ്റ്റിന് വേണ്ടി വന്നു, കൺസോൾട്ടേഷൻ നടന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്റ്റോക്കിൽ പോസിറ്റീവ് ആണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് വരുന്നുണ്ട്. ഈ ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ തന്നെ നമുക്ക് എൻട്രി ഈ ഒരു കറന്റ് സിനാരിയോയിൽ തന്നെ ഈ ഒരു ലെവലിൽ തന്നെ എൻട്രി കൺസിഡർ ചെയ്യാം ഈ ഒരു റീജിയണിൽ കറന്റ് പ്രൈസിൽ. അതിനുശേഷം ഈ ഒരു 70 എന്ന റീജിയണ് താഴെ ഒരു ഡെയിലി ക്യാൻഡിൽ ആണെങ്കിലും ക്ലോസിംഗ് വരുവാണെങ്കിൽ ആ ഒരു ക്യാൻഡിൽ നമുക്ക് എക്സിറ്റ് ആവും. നമുക്കൊരു ഏകദേശം 8-10 രൂപയുടെ ഒരു SL ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ടാർഗറ്റ് നമുക്ക് വളരെ വലിയ ടാർഗറ്റ്സുകൾ കിട്ടാൻ സാധ്യതകളുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും വോളിയം കുറവായിരുന്നു, അതിനുശേഷം വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ബ്രേക്ക്ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. കുറച്ച് സ്റ്റോക്കുകൾ എന്താണ് നമുക്ക് ബ്രേക്ക്ഔട്ട് തന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ആ ഒരു ലെവലിന് മുകളിൽ ഡെയിലിയിലെങ്കിലും മിനിമം ക്ലോസിംഗ് വന്നതിന് ശേഷം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലിന് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, ബ്രേക്ക്ഔട്ടിന് നല്ല വോളിയം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാർക്കറ്റും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റിയും കൂടെ നമുക്ക് അപ്സൈഡ് മൊമെന്റം തരുന്ന സിനാരിയോയിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ കറന്റ് സിനാരിയോയിൽ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കണ്ട് മനസ്സിലാക്കുക. നിഫ്റ്റി ഒരു താഴോട്ട് വരുന്ന ഒരു ഡൗൺ സൈഡ് ആണ്, അല്ലെങ്കിൽ ഒരു ബീറിഷ്നെസ് കൂടുതലാണെങ്കിൽ ആ ഒരു സിനാരിയോയിൽ നമുക്ക് ക്യാപിറ്റൽ കുറച്ചെടുക്കാം ഏത് സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നതിനനുസരിച്ചും. അതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ അധികം സ്റ്റോക്കിലേക്ക് പോകാതെ കുറച്ച് നല്ല സ്റ്റോക്കുകളെന്ന് തോന്നുന്ന സ്റ്റോക്കുകളിൽ മാത്രം എൻട്രി എടുത്ത് നമുക്ക് മിനിമൽ എൻട്രി എടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തിയററ്റിക്കലായിട്ട് പഠിച്ച് ലൈവായിട്ടുള്ള എൻട്രീസ് കണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.